വിവിധ പരിപാടികളുടെ പ്രചരണത്തിനും മറ്റുമായി നമുക്ക് പോസ്റ്ററുകൾ ആവശ്യമായി വരും. നല്ല ഭംഗിയുള്ള പോസ്റ്ററുകൾ ജനശ്രദ്ധ ആകർഷിക്കും. മികച്ച പോസ്റ്ററുകൾ തയ്യാറാക്കാൻ ധാരാളം ആപ്ലിക്കേഷനുകൾ നിലവിലുണ്ട്. നമുക്ക് AI വെബ്സൈറ്റുകളും മറ്റു സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പോസ്റ്ററുകൾ നിർമ്മിക്കാം എന്ന് നോക്കാം. വ്യത്യസ്തമായിട്ടുള്ള AI സങ്കേതങ്ങൾ, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ആപ്പുകളൊക്കെ ഇത്തരം ജോലികൾ വളരെ എളുപ്പമാക്കി തീർക്കുന്നുണ്ട്. പോസ്റ്ററുകൾ നിർമ്മിക്കുക എന്നത് ഒരു പ്രയാസമുള്ള പ്രവൃത്തിയല്ല പുതിയ കാലത്ത്. ധാരാളം മൊബൈൽ ആപ്ലിക്കേഷനുകൾ, മൊബൈൽ ആപ്പുകൾ പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന് നമ്മെ സഹായിക്കും. പിക്സൽ ലാബ്, വിസാർഡ് പോലുള്ള ആപ്ലിക്കേഷനുകളിൽ നമുക്ക് എളുപ്പം പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാം. പോസ്റ്റർ മേക്കർ എന്ന പേരിൽ തന്നെ ധാരാളം ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ ലഭിക്കും. മലയാളത്തിൽ ഡിസൈൻ ചെയ്യുന്നതിന് മലയാളം ടെക്സ്റ്റ് കൂടി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റർ മേക്കറാണ് മലയാളം ടെക്സ്റ്റ് ഇമേജ് എഡിറ്റർ എന്നുള്ള ആപ്പ്. AI പോസ്റ്റർ മേക്കർ എന്ന പേരിലും ധാരാളം ആപ്പുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അനായാസം വ്യത്യസ്ത മാതൃകയിലുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കാനും അതിലെ ചിത്രങ്ങളെ എളുപ്പം എഡിറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത്തരം ആപ്ലിക്കേഷനുകൾ ലഭിക്കുന്നതിന് മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോർ തുറന്ന് അതിലെ സെർച്ച് ബട്ടണിൽ ടാപ്പ് ചെയ്ത ശേഷം AI പോസ്റ്റർ ജനറേറ്റർ എന്ന് എഴുതുക. കാരണം നമുക്കിവിടെ വ്യത്യസ്തങ്ങളായ ധാരാളം പോസ്റ്റർ നിർമ്മിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. ഈ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാണെന്ന് മാത്രമല്ല വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നവയുമാണ്. ഇവയിൽ പലതും സൗജന്യമായി ഉപയോഗിക്കുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കട്ടെ. ധാരാളം വെബ് ആപ്ലിക്കേഷനുകൾ പോസ്റ്റർ നിർമ്മിക്കാൻ സഹായിക്കുന്നവയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാൻവ. ഞാനിവിടെ ക്യാൻവ തുറക്കുന്നു. അതിന്റെ മുകളിലെ സെർച്ച് ബാറിൽ നമുക്ക് പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ധാരാളം പോസ്റ്റർ ടെംപ്ലേറ്റുകൾ ലഭിച്ചിരിക്കുന്നത് കാണാം. 20,000-ലേറെ പോസ്റ്റർ ടെംപ്ലേറ്റുകളാണ് ക്യാൻവയിലുള്ളത്. അതല്ലാതെ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ക്യാൻവാസിൽ പോസ്റ്റർ നിർമ്മിച്ച് എടുക്കുകയും ആവാം. ഇവിടെ ഈ നൽകിയിരിക്കുന്ന ടെംപ്ലേറ്റുകളിൽ ചിലതെല്ലാം തന്നെ പ്രീമിയം ഫീച്ചർ ഉള്ളവയാണ്. അതിവിടെ ഇത്തരത്തിൽ പ്രോ എന്നുള്ള ഈ ഒരു ഐക്കണിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയത്ത് ഫ്രീ ആയി നമുക്ക് ഉപയോഗിക്കാവുന്ന ടെംപ്ലേറ്റുകൾ പരിധികളില്ലാതെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ഫ്രീ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്ന് അതിന് മാറ്റങ്ങൾ വരുത്തുന്നു. ചെസ് ടൂർണമെന്റ് എന്നതിന് പകരം നമുക്ക് ഫുട്ബോൾ ടൂർണമെന്റ് എന്നാക്കി മാറ്റാം. ഇതിന്റെ ഫോണ്ട് സൈസ് നമുക്ക് ഇതുപോലെ കുറക്കാം. ഇവിടെയുള്ള ഈ ഒരു ചിത്രത്തിന് പകരം നമ്മുടെ ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാം. ഈ ഒരു ചിത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ചിത്രം ഇവിടെ അപ്ലോഡ്സിലേക്ക് ചേർത്ത് വരും. അവിടെ നിന്ന് നമുക്ക് ഈ ചിത്രത്തെ ഇതുപോലെ വലിച്ചു കൊണ്ടുവന്ന് ഈ പോസ്റ്ററിലേക്ക് സ്ഥാപിക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം ഈ പോസ്റ്ററിൽ മാറ്റങ്ങൾ വരുത്താം. ഇതിലെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റി പോസ്റ്റർ സൃഷ്ടിച്ച ശേഷം ഇവിടെ നിന്നുള്ള ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നമുക്ക് PNG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് അതിനെ സേവ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ നാം ക്യാൻവ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇതുപോലെ ഇവിടെയുള്ള ഡിസൈനുകൾ മാറ്റി ഉപയോഗിക്കാനും വ്യത്യസ്തമായിട്ടുള്ള എലിമെന്റുകളെയും മറ്റ് വിവിധ സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇവിടെ നാം ഇപ്പോൾ AI ഫീച്ചറുകളൊന്നും തന്നെ ഉപയോഗപ്പെടുത്തിയില്ല. ക്യാൻവയിലുള്ള ടെംപ്ലേറ്റുകൾ മാറ്റി ഉപയോഗിക്കുക മാത്രമാണ് നാം ചെയ്തത്. AI പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിന് നമുക്ക് ഗൂഗിളിൽ പോസ്റ്റർ മേക്കിംഗ് AI എന്ന് ടൈപ്പ് ചെയ്ത് നൽകാം. കാരണം ധാരാളം പോസ്റ്റർ മേക്കിംഗ് വെബ്സൈറ്റുകൾ നമുക്ക് ഇത്തരത്തിൽ ലഭിക്കും. ഇവയിൽ പിക്ടോ ചാർട്ട് എന്ന ആദ്യം കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് ഒരു നല്ല പോസ്റ്റർ മേക്കിംഗ് AI വെബ്സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് AI പോസ്റ്റർ എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ പോസ്റ്ററിന് വേണ്ടുന്ന ആശയം മാത്രം നൽകിയാൽ മതി. പോസ്റ്റർ ഈ സോഫ്റ്റ്വെയർ തന്നെ ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. ഞാൻ ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റ് ടൈപ്പ് ചെയ്യുന്നു. ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ ഡേറ്റ് 28 മാർച്ച് 2026 ഫുട്ബോൾ ടൂർണമെന്റ് എന്ന് കരുതുക. അറ്റ് നെഹ്റു സ്റ്റേഡിയം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകുന്നു. ഇപ്പോൾ നാം ഇവിടെ ഒരു കണ്ടന്റ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി ജനറേറ്റ് പോസ്റ്റർ നൽകുക. ഇവിടെ പോസ്റ്റർ അല്ലാതെ ബ്രോഷർ, ഫ്ലയർ, ലെസൺ പ്ലാൻ തുടങ്ങിയിട്ടുള്ള ധാരാളം ഓപ്ഷനുകൾ വരെ ഉണ്ട്. ഇൻഫോഗ്രാഫിക്സ്, അതുപോലെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്ററുകൾ, ബാനറുകൾ, പ്രസന്റേഷനുകൾ, വിവിധ ആവശ്യങ്ങൾക്കുള്ള പ്രസന്റേഷനുകൾ, വ്യത്യസ്തമായ ഡോക്യുമെന്റ്, റിപ്പോർട്ട് ആയാലും പ്രപ്പോസൽ ആയാലും ഹാൻഡ് ബുക്കുകളായാലും നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന വിവിധ ഡോക്യുമെന്റുകൾ എന്നിവയെല്ലാം നമുക്ക് ഇത് ഉപയോഗിച്ച് നിർമ്മിക്കാം. ഇവിടെയൊക്കെ നാം ഒരു ആശയം മാത്രം നൽകിയാൽ മതി. ഞാൻ ഇവിടെ വീണ്ടും പ്രിന്റ് പോസ്റ്റർ എന്നതിലേക്ക് തന്നെ പോകുന്നു. ഇവിടെ നമ്മുടെ പോസ്റ്ററിന് വേണ്ടുന്ന ടോപ്പിക് നൽകിയിട്ടുണ്ട്. ഇത് പോസ്റ്റർ ജനറേറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ഒരു പോസ്റ്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫുട്ബോൾ ടൂർണമെന്റ്, ഗെറ്റ് റെഡി ഫോർ എൻ എപ്പിക് ഫുട്ബോൾ ടൂർണമെന്റ് എന്നുള്ള ഒരു ക്യാപ്ഷൻ ഈ ഒരു AI സോഫ്റ്റ്വെയർ അവിടെ ചേർത്തിട്ടുണ്ട്.
മാർച്ച് 28, 2026 എന്നുള്ള ഡേറ്റ് ഒരു പ്രത്യേക രൂപത്തിൽ നൽകിയിട്ടുണ്ട്. നെഹ്റു സ്റ്റേഡിയം എന്ന സ്ഥലം അത് ആ ഒരു ലൊക്കേഷൻ ഐക്കണോടൊപ്പം നൽകിയിട്ടുണ്ട്. ഒപ്പം ഒരു ചിത്രവും. ഇത് നമുക്ക് പല രൂപത്തിൽ ഇവിടുന്ന് മാറ്റാം. ഈ നൽകിയിരിക്കുന്ന ഈ ടെംപ്ലേറ്റുകളിലേക്ക് നമുക്കിനി മാറ്റാം. അപ്പോൾ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരു വിഷയം മാത്രം നൽകിയാൽ മതിയാവും. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പോസ്റ്ററിനെ പിന്നീട് നമ്മുടെ ഇഷ്ടാനുസരണം വ്യത്യസ്ത ഡിസൈനുകളിലേക്ക് മാറ്റാൻ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ നൽകിയിരിക്കുന്ന ഇമേജ് ഇപ്പോൾ ഇത് AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇമേജ് ആണ്. ഇനി നമുക്ക് ഈ ഇമേജിനെ മാറ്റാൻ ഇതിൽ തന്നെ ഈ ചേഞ്ച് ഇമേജ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന വേണ്ടുന്ന പ്രോംപ്റ്റ് നൽകുക. ഒരു പ്രോംപ്റ്റ് നൽകുന്നു. ക്രിയേറ്റ് എ ഡൈനാമിക് സീൻ ഓഫ് എ ഫുട്ബോൾ മാച്ച് അറ്റ് സൺസെറ്റ് ഫീച്ചറിംഗ് പ്ലേയേഴ്സ് ഫ്രം ബോത്ത് ടീംസ് ഇൻ വൈബ്രന്റ് യൂണിഫോംസ് തുടങ്ങി ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിന് വേണ്ടുന്ന പ്രോംപ്റ്റ് ഞാനിപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്കത് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാം. നമുക്ക് ഈ പോസ്റ്റർ മേക്കർ സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെ നമുക്ക് ചിത്രങ്ങളെ പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പുതുതായി സൃഷ്ടിക്കാം. നാം നൽകിയിരിക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് നല്ല ഒരു ഇമേജ് തന്നെ ഇപ്പോൾ ഈ പിക്ചർ ചാർട്ട് എന്ന സോഫ്റ്റ്വെയർ നൽകിയിട്ടുണ്ട്. നമുക്ക് അത് യൂസ് ചെയ്യാം. യൂസ് ദിസ് ഇമേജ്. കാരണം ഇപ്പോൾ ആ ഒരു ഇമേജ് വെച്ചുകൊണ്ട് നമ്മുടെ പോസ്റ്റർ പുതുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് പുതിയ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ആ ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ പോസ്റ്റർ ഡിസൈനുകളിലേക്ക് ഇതിനെ മാറ്റാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഈ പോസ്റ്ററിനെ കണ്ടന്റ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് ദിസ് പോസ്റ്റർ എന്ന് നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്കിതിലെ മാറ്ററുകൾ എഡിറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ നെഹ്റു സ്റ്റേഡിയം എന്നത് കൂടാതെ ഒരു പ്ലേസ് നെയിം കൂടി നൽകുന്നു. ഇത്തരത്തിൽ നമുക്ക് ഈ മാറ്ററിനെ എഡിറ്റ് ചെയ്യാം. പുതിയ മാറ്ററുകൾ ചേർക്കാം. ആവശ്യാനുസരണം നമുക്ക് ടെക്സ്റ്റ് ചേർക്കാം. മറ്റെന്തെങ്കിലും ഗ്രാഫിക്സുകളോ ഐക്കണുകളോ അതുപോലെ ടെക്സ്റ്റോ ഒക്കെ നമുക്ക് ചേർത്ത് നൽകാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈൻ കോമ്പോണന്റുകൾ നമുക്ക് അതിലേക്ക് ചേർക്കാം. ധാരാളം ആകർഷകമായിട്ടുള്ള കോമ്പോണന്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കോമ്പോണന്റുകൾ നമുക്ക് നൽകാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റിക്കർ ചേർത്ത് നൽകുന്നു. ആ സ്റ്റിക്കറിന് സൈസ് ചെയ്ത് ബുക്ക് യുവർ ടിക്കറ്റ്സ് നൗ എന്നുള്ള ക്യാപ്ഷൻ നൽകുന്നു. ആ ഒരു എലിമെന്റ് കൂടി നാം ഇപ്പോൾ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ, ഗ്രാഫുകൾ, ചാർട്ടുകൾ, മാപ്പുകൾ, അങ്ങനെ ഒരു നല്ല പോസ്റ്റർ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ധാരാളം എലിമെന്റുകൾ ഇവിടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കും. പേജുകൾ ചേർക്കുന്നതിനും അതുപോലെ പേജുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഈ പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ് ആസ് PNG ഫോർമാറ്റിലാണ് ഫ്രീ ആയി ഉപയോഗിക്കുന്ന യൂസേഴ്സിന് ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. ഡൗൺലോഡ് PNG. ഞാൻ അത് ഡൗൺലോഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. കാരണം ഈ ഒരു ഫോൾഡറിനുള്ളിൽ നാം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പോസ്റ്റർ ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും AI ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ ഫുട്ബോൾ ടൂർണമെന്റ് എന്നുള്ളതാണ് വലിപ്പത്തിൽ വേണ്ടതെന്നും അതിന്റെ തീയതി, സ്ഥലം തുടങ്ങിയവ ഏത് തരത്തിൽ ക്രമീകരിക്കണമെന്നും ഒക്കെ ഈ സോഫ്റ്റ്വെയർ തന്നെ, പിക്ചർ ചാർട്ട് എന്ന സോഫ്റ്റ്വെയർ തന്നെ തീരുമാനിച്ചാണ്. അപ്പൊ ഇത്തരത്തിൽ AIയുടെ സഹായത്തോടെ പോസ്റ്റർ നിർമ്മിക്കുന്നതിനുള്ള ഒരു മികച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് പിക്ചർ ചാർട്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പോസ്റ്ററുകൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം ഇതുപോലുള്ള മറ്റും ധാരാളം AI പോസ്റ്റർ മേക്കിംഗ് വെബ്സൈറ്റുകളുണ്ട്. എല്ലാം ഏതാണ്ട് ഒരേ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നവയാണ്. കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയതും അതേപോലെ ഫ്രീ ആയി ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള AI വെബ്സൈറ്റുകൾ കണ്ടെത്താനും അത് പരമാവധി നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ.